ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. മിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഒരു ചിക്കൻ എഗ് റോളാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വാടി കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയുടെ അളവ് കൂടേണ്ട, 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ എടുക്കുന്നത് 200 ഗ്രാം ചിക്കന്, ബോൺലെസ് ചിക്കന് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ചെറുതായിട്ട് കൈകൊണ്ട് ഇങ്ങനെ പിച്ച് കീറി എടുത്തതാണ്. മിക്സിയുടെ ചെറിയ ചാറിലിട്ടൊന്ന് ക്രഷ് ചെയ്താലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടി ഈ അരവ് ഈ മുളക് പൊടിയും ഇതെല്ലാം നമ്മുടെ ഈ ചിക്കനിലേക്ക് പിടിക്കുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ക്യാരറ്റും അതുപോലെ തന്നെ 1 കപ്പ് ക്യാബേജും ഒരു ചെറിയ ക്യാപ്സിക്കവും നീളത്തിൽ നിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റും ക്യാപ്സിക്കവും അതുപോലെ തന്നെ ക്യാരറ്റും ക്യാബേജും നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ, കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആ വെജിറ്റബിളിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് സോയാ സോസാണ് ചേർത്തത്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് പകുതി എടുത്തത്. നിങ്ങൾക്ക് എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ 1 അല്ലെങ്കിൽ 2 ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ക്യാരറ്റും ക്യാബേജും ഒക്കെ പെട്ടെന്ന് തന്നെ ആവിയിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ തന്നെ വേകാനുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 കോഴിമുട്ടയാണ്. പുഴുങ്ങിയെടുത്തിട്ടുള്ള കോഴിമുട്ടയാണ്. ഉപ്പ് ചേർത്ത് പുഴുങ്ങിയെടുത്ത കോഴിമുട്ടയാണ് കേട്ടോ. ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ചിക്കനും മുട്ടയും വെജിറ്റബിളും എല്ലാം ചേർന്നിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ എഗ് റോളാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് 2 മുട്ടയും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കിയേക്കാം. നിങ്ങളുടെ അടുത്ത് മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ മല്ലിയില ഇല്ലെങ്കിൽ ഇതിന് വരാൻ കറിവേപ്പില എന്നുള്ളത് വേണ്ട, കറിവേപ്പില ചേർത്ത് കൊടുക്കണ്ട. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില തന്നെ ചേർത്ത് കൊടുക്കുക. എൻ്റെ മല്ലിയില ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലായിട്ട് നമുക്കൊരു ഷീറ്റ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി എടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. 1.5 കപ്പ് മൈദയിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കണം. 250 ml കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം മതിയാവില്ല, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു ചിക്കൻ റോളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ നോമ്പിൻ്റെ സമയമാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ റെഡിയാക്കിയതിന് ശേഷം ഫ്രീസറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് തണുപ്പ് വിട്ട് കഴിയുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഫ്രീസ് ചെയ്ത് വെക്കാൻ കൂടി പറ്റിയൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ ഇതാ 2 കപ്പ് വെള്ളമാണ് നമുക്കിതിലേക്ക് ആവശ്യമായി വന്നത്. ഇത് നന്നായിട്ട് കലക്കിയതിന് ശേഷം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇനി കോഴിമുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതുമാണ് കേട്ടോ. കോഴിമുട്ട ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും. കോഴിമുട്ട ഇല്ലെങ്കിൽ കുറച്ച് പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. ഒരു ചിക്കൻ റോളായിരിക്കും.
ഇതിപ്പോൾ മുട്ട ചേർക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്ന സമയത്ത് കണ്ടോ എങ്ങോട്ടും ഒഴുകിപ്പോകാതെ അങ്ങനെ ഇരിക്കും. അതാണ് ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഇനി ഇതുപോലെ ഒരു പാത്രം, ഒരു പാന് അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാന് അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഓയിലാക്കി കൊടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഒരു തവി മാവ് ഒഴിക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു തവി മാവ് ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. മാവ് ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് ചൂട് ചട്ടിക്ക് പാടില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കെട്ടും കേട്ടോ. അതുകൊണ്ടാണ് മാവ് ഒഴിക്കുന്ന സമയത്ത് അധികം ചൂട് പാടില്ല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് എടുത്തിടാൻ പറ്റും. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ ഒരല്പം കോൺഫ്ലോർ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇടുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. നമ്മൾ മറിച്ചിട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഒരല്പം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മൈദയാണെങ്കിലും മതി. ഇനി അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് ചട്ടിക്ക് ചൂട് പാടില്ല. അതാണ് ഞാൻ ലോ ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതും ആകുന്ന സമയത്ത് ഇങ്ങനെ പതുക്കെ കൈകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്ത് പാത്രത്തിൽ നിന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം കോൺഫ്ലോർ ആക്കി കൊടുക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഓരോ പ്രാവശ്യവും മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് കോൺഫ്ലോർ ചേർത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് വേണം മാവ് കോരി ഒഴിച്ച് കൊടുക്കാനായിട്ട്. മുഴുവനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, കോൺഫ്ലോർ ചേർത്തുകൊണ്ട് പരസ്പരം ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഷീറ്റ് നമുക്ക് ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതുമാണ് കേട്ടോ. കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ കൂട്ടൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്രയാണോ ഫില്ലിങ് ആവശ്യം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവർക്കും അറിയാലോ, ചിക്കൻ റോളിന് നമ്മൾ എങ്ങനെയാണോ മടക്കുന്നത് അതുപോലെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഇത് ഉണ്ടാക്കിയ മാവിൽ നിന്ന് ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ടേബിൾ സ്പൂണുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് മൈദ വേറെ ഒന്നും എടുത്ത് കലക്കിയിട്ട് ഒട്ടിക്കുന്നില്ല. ഈ ഒരു മാവ് കൊണ്ട് തന്നെ ഒട്ടിക്കിട്ടിക്കോളൂ. അപ്പോൾ അത് ഞാൻ കുറച്ച് അധികം ഫില്ലിങ് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഫില്ലിങ് മതിയെങ്കിൽ കുറച്ച് വെച്ചാൽ മതി. കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മടക്കി എടുക്കാനൊക്കെ പറ്റും. ഫില്ലിങ് നിറച്ച് വയ്ക്കുമ്പോൾ കുറച്ച് മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം. ഞാനിതൊരു വേറൊരു ഷേപ്പിലും കൂടിയും തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതുകൂടി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടം ആ ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഫില്ലിങ് കുറേ അധികം ആകുമ്പോൾ നമുക്ക് മടക്കാൻ ശരിക്കും കിട്ടില്ല. അപ്പോൾ അടുത്ത ഷേപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് ഈ ഒരു ഷീറ്റിനെ നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് കീറിയെടുക്കാം. ഇതുപോലെ ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒരു കോണിൻ്റെ ആകൃതിയിൽ ഇങ്ങനെയൊന്ന് ആക്കിയിട്ട് കുറച്ച് മാവ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗം അതിലേക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഏകദേശം ഒരു സമൂസയുടെ ഷേപ്പ് പോലെ വരും, ഏകദേശം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം കേട്ടോ. ആരെങ്കിലും റെഡിയാക്കി നോക്കിയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായം കൂടി അറിയിക്കാൻ മറക്കരുത്. കമൻ്റ് ഒന്നും ആരും ഇടുന്നില്ലല്ലോ, എന്താണ് കമൻ്റ് ഒന്നും ഇടാത്തത്? എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം തോന്നുന്നത് അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം. എന്നെങ്കിലല്ലേ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എനിക്കറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയും എണ്ണം കൂടി ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫുള്ള് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ എൻ്റെ പാത്രത്തിൽ 2 കൊള്ളുള്ളൂ. അപ്പോൾ 2 വീതം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മുങ്ങിപ്പൊരിക്കുന്ന രീതിയിലൊന്നും ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള എണ്ണ നമ്മൾ കുറേ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എണ്ണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒഴിവാക്കുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് എണ്ണ ഒരുപാട് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ കുറച്ച് ഓയിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നമുക്കിങ്ങനെ ഈ ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടോടെ ഇത് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിരിക്കും. തണുത്ത് കഴിയുമ്പോൾ കുറച്ച് സോഫ്റ്റും ആയിരിക്കും കേട്ടോ. മുട്ട ചേർത്തത് കൊണ്ടാണ് തണുത്ത് കഴിയുമ്പോൾ സോഫ്റ്റ് ആവുന്നത്. മുട്ട ചേർക്കാതെ കോൺഫ്ലോറും മൈദയും ആണെങ്കിൽ കുറച്ച് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും.
ഇപ്പോൾ അടുത്തത് നമ്മൾ ഉണ്ടാക്കിയ ആ സമൂസ ഷേപ്പിൻ്റെതും ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇഫ്താർ സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഒന്നെല്ലാവരും റെഡിയാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോമ്പിൻ്റെ സമയത്ത് പെട്ടെന്ന് നമുക്ക് സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് സമയം ഒരുപാടൊന്നും വേണ്ടി വരില്ല. ഇങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.